നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് കേരള പാഠാവലിയിലെ അമ്മ എന്ന പാഠഭാഗമാണ്. ഇത് എഴുതിയത് മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാ സുരയ്യയാണ്. നമ്മൾ ആദ്യത്തെ പാഠമായിട്ടുള്ള സുകൃതഹാരങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ പാഠമാണ്. മാധവിക്കുട്ടി കമലാ സുരയ്യയെ പറ്റി നമുക്കൊന്ന് നോക്കാം. മലയാളത്തിലെ പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. 1934 പുന്നയൂർ കുളത്താണ് അവർ ജനിച്ചത്. അച്ഛൻ്റെ പേര് VM നായർ. അമ്മ മലയാളത്തിലെ പ്രശസ്തയായിട്ടുള്ള കവയത്രിയായ ബാലാമണിയമ്മയാണ്. മാധവിക്കുട്ടി എന്ന പേരിലാണ് മലയാളത്തിൽ കഥകൾ എഴുതിയിരുന്നത്. കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിലും കവിതകൾ എഴുതി. പിന്നീട് കമലാ സുരയ്യ എന്ന പേര് അവർ സ്വീകരിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 2009 മാധവിക്കുട്ടി അന്തരിക്കുന്നത്. പ്രധാന കൃതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ്, മനോമി, മതിലുകൾ, നരിച്ചീറുകൾ പറക്കുമ്പോൾ, ചുവന്ന പാവാട, അരുണ, എൻ്റെ കഥ, മാനസി, മാധവിക്കുട്ടിയുടെ കഥകൾ, ബാല്യകാല സ്മരണകൾ, ചന്ദനമരങ്ങൾ, നഷ്ടപ്പെട്ട നീലാംബരി, ഇങ്ങനെ നീർമാതളം പൂത്ത കാലം, ഇങ്ങനെ അനവധി കഥകൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. വളരെ പ്രശസ്തയായിട്ടുള്ള മലയാളത്തിലെ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. അവരുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥ മഴ എന്ന പേരിൽ ഒരു സിനിമയുമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഭാഗം അമ്മ എന്ന ഒരു പാഠഭാഗമാണ്. ഇതൊരു വളരെ ലളിതമായിട്ടുള്ളൊരു കഥയാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷേ ചെറിയ ചില സെൻറ്റൻസുകൾ, ചില വാക്യങ്ങളുമൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കഥ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. മക്കളെ സ്നേഹിച്ചും ലാളിച്ചുമൊക്കെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് വാർദ്ധക്യകാലത്ത് ഈ മക്കൾ സ്നേഹം നിഷേധിച്ച് അവരെ വല്ല വൃദ്ധസദനങ്ങളിലേക്കും കൊണ്ട് എത്തിക്കുകയോ അല്ലെങ്കിൽ നോക്കാതെ, ആരും കാണാനും നോക്കാനും ഇല്ലാതെ കിടക്കുകയോ ഒക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റിലും പത്രത്തിലും ഒക്കെ വായിക്കാറും കാണാറും ഒക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ടവരാണോ നമ്മുടെ മാതാപിതാക്കൾ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത്തരം ചിന്തകളെല്ലാം നമ്മളിൽ ഉണർത്തുന്ന ഒരു കഥയാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ. ഇതിലൊരു അമ്മയുടെ കഥ തന്നെയാണ് പറയുന്നത്. അവർക്ക് വാർദ്ധക്യകാലത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് നമ്മുടെ ഈ കഥയിൽ മാധവിക്കുട്ടി പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും ആ കഥയിലേക്ക്. ആദ്യം കൊടുത്തിട്ടുള്ളത്, ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു, സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നു എന്നൊരു സെൻറ്റൻസിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ അമ്മ ഒരു വൃദ്ധയാണ്. അന്ന് അവർ 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി. 20 പൈസ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലമാണ്. പണ്ടത്തെ കാലത്ത് 20 പൈസയ്ക്ക് കിട്ടും. ഇപ്പോൾ 150 രൂപ 200 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അന്ന് 20 പൈസയ്ക്ക് അവർ പച്ചക്കറിയും വാങ്ങി അങ്ങനെ മടങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. അവർ അപ്പോൾ ഒരു കറുത്ത മെർസിഡസ് കാർ വന്ന് ഇടിച്ചിട്ടു. തൻ്റെ വലത്തെ കാല് ചതഞ്ഞു വന്നവർക്ക് തോന്നി. പക്ഷേ ഒന്ന് നിലവിളിക്കാൻ പോലും അവർക്ക് നാവ് ഉയർന്നില്ല. അവർ ആ വേദന, അത്രയധികം വേദനയായിരുന്നു. അപ്പോൾ നിലവിളിച്ചത് പോലും ഇല്ല. കാറ് ഇടിച്ചിട്ട് നിർത്താതെ ശബ്ദത്തോടു കൂടി അങ്ങ് പോയി. ധൃതിയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോയി. അവർ കൊണ്ടുവന്ന പച്ചക്കറിയെല്ലാം അവിടെ ഇവിടെയായിട്ട് ചിതറിക്കിടന്നു. ആ ചിതറിക്കിടന്ന പച്ചക്കറികൾ, വെണ്ടയ്ക്കയും പാവയ്ക്കും എല്ലാം ഉണ്ടതിൽ. അതിൻ്റെ ഇടയിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അവർ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു. എല്ലാ അവയവങ്ങളെയും വേദന വന്ന് അങ്ങനെ മൂടിയിരിക്കുകയാണ്. എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത ദ്രാവകം ഒഴുകിക്കൊണ്ടിരുന്ന, കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്ന കണ്ണുകൾക്ക് മാത്രം മാറ്റമില്ല. അവരുടെ വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം, അതായത് മുറിവ്, അത് വലുതായിക്കൊണ്ടിരുന്നു. കാരണം ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിങ്ങനെ നിർവികാരിയായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു പാൽക്കാരൻ, അയാൾ രാവിലെ പാലും കൊണ്ട് സൈക്കിളിൽ പോയതാണ്. ആ പാൽക്കാരൻ ഓടി അമ്മേ, എന്തു പറ്റി അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് എത്തി. ഈ അമ്മേ, എന്തു പറ്റി അമ്മേ എന്നുള്ള വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് വളരെയധികം ഒരു ആശ്വാസമായി. കാരണം കുറച്ച് കാലങ്ങളായിട്ട് അവരെ അങ്ങനെ ആരും വിളിക്കാറില്ല. പണ്ട് അമ്മേ അമ്മേ എന്ന് പുറകെ വിളിച്ചുകൊണ്ട് നടന്ന കുട്ടികളെപ്പറ്റി, മക്കളെപ്പറ്റി ഓർത്തു. അവരിങ്ങനെ പഴയ കാലങ്ങളെപ്പറ്റി ഓർത്തു. മക്കളുടെ എന്തുമാത്രം തുണികൾ ഇങ്ങനെ കഴുകി കൊടുത്തിരിക്കുന്നു, അലക്കി കൊടുത്തിരിക്കുന്നു. തൻ്റെ കൈകൾ കൊണ്ട് എത്ര ഊണ് ഊട്ടി കൊടുത്തിരിക്കുന്നു. ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. അത്രയൊക്കെ ചെയ്തിട്ടും അവർ തങ്ങളുടെ ഭാര്യമാരെയും കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അമ്മയെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആലോചിച്ച് അവരെന്തൊക്കെയോ പിറുപിറുത്തു. പക്ഷേ പാൽക്കാരൻ ഓടി വന്ന് നോക്കുമ്പോൾ ഈ ഒരു വൃദ്ധ ഇങ്ങനെ കാലിൽ മുറിവ് പറ്റി അവിടെ ഇരിക്കുന്നു. അങ്ങനെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവരെ
നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിയെത്തിയതാണ്. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ അവിടെ എത്തി. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, താനാണോ ഇവരെ വീഴ്ത്തിയത്? പാൽക്കാരനോട് ചോദിച്ചു. ഇതെന്ത് ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവിടെ ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വന്ന് വീഴ്ത്തിയിട്ടിട്ട് പോയത്. അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു. പിന്നെന്തിനാണ് ഞാൻ ഈ വൃത്തിയെ എന്തിനാണ് വീഴ്ത്തുന്നത്? എനിക്ക് കണ്ണില്ലേ? എനിക്കെന്ത് തലയ്ക്ക് നൊസ്സുണ്ടോ? എനിക്കെന്ത് വട്ടുണ്ടോ? ഇവരെ ഒന്ന് ഈ വയസ്സായ വൃദ്ധയെ തള്ളിയിട്ടിട്ട് പോകാൻ വേണ്ടി. ആ ശരി ശരി, എന്നാൽ താനാണ് ഇതിൻ്റെ ദൃക്സാക്ഷി. ദൃക്സാക്ഷി എന്ന് പറഞ്ഞാൽ നേരിട്ടൊരു കാഴ്ച കണ്ടയാൾ. അപ്പോൾ എന്നിട്ട് പേരൊക്കെ ചോദിച്ചു. പാൽക്കാരൻ്റെ പേര് ബോലേറാം എന്നാണ് എന്ന് അയാൾ പറഞ്ഞു കൊടുത്തു. അച്ഛൻ്റെ പേരും ചോദിച്ചു, മോത്തിറാം എന്നുള്ള പേര്. സ്ഥലം ചോദിച്ചു, ഇമാംഗഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇമാംഗഞ്ചിൽ എവിടെയാണ്? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പാൽക്കാരന് ദേഷ്യം വന്നു. അയാൾ ചോദിച്ചു, ഒരു വൃദ്ധ ഇവിടെ വയ്യാതെ കാലടിച്ച് വരെ കാലിൽ നിന്ന് ചോര ഒഴുകി ഇവിടെ കിടക്കുന്നു. അപ്പോഴാണ് ഇയാളുടെ ഒരു ചോദ്യം ചെയ്യൽ. ആദ്യം ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, പിന്നെ ആവട്ടെ തൻ്റെ ചോദ്യം ചോദിക്കലൊക്കെ എന്ന് പോലീസുകാരനോട് പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഞാനെങ്ങനെയാണ് കേസെടുക്കുന്നത്? റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു അമ്മയില്ലേ? ഈ വൃദ്ധയെ ഇങ്ങനെ റോഡിൽ കിടത്തി മരിപ്പിക്കാനാണോ ഉദ്ദേശം? മാറി നിൽക്കുക, ഞാനൊരു ടാക്സി വിളിക്കട്ടെ, ഇവരെ നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കാം, ആശുപത്രിയിൽ എത്തിക്കാം. അപ്പോഴേക്കും ഒരു ടാക്സി അവിടേക്ക് എത്തി. ടാക്സി അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും പാൽക്കാരൻ കൈ കാണിച്ച് നിർത്തി. ഡോക്ടറെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, താങ്കൾക്ക് ഞാൻ വേണ്ടുന്ന പൈസ തരാം. എന്ത് ചെയ്യുക? ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സിക്കാരൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ അമ്മയാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഈ വയസ്സാങ്കാലത്ത് ഇവരെ പുറത്തങ്ങ് വിടുകയില്ല, പച്ചക്കറി മേടിക്കാനൊന്നും വിടുകയില്ല. ഞാനിവരെ ആദ്യമായിട്ട് കാണുകയാണ്, ഇവിടെ ഒരു കറുത്ത ബിലാത്തിക്കാർ വന്ന് തട്ടിയിട്ട് പോയതാണെന്ന് പാൽക്കാരൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയും ഹോസ്പിറ്റലിൽ നിന്ന് എത്തിക്കുക, ഞാൻ അതിന് വേണ്ടുന്ന പണം തരാം. ഇനി പണമൊന്നും വേണ്ട. ആ ടാക്സിക്കാരൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, പാൽക്കാരനെ പോലെ തന്നെ. അയാൾ പറഞ്ഞു, പണമൊന്നും വേണ്ട, തൻ്റെ അമ്മയല്ലല്ലോ, പണമൊന്നും വേണ്ട. അയാൾ ആ ടാക്സിക്കാരനകത്ത് കൊണ്ടുപോയി ഡോക്ടറിൻ്റെ മുറിയിലേക്ക് എടുത്തുകൊണ്ടാണ് പോയത്. എന്നിട്ട് ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടറും അവരെ അമ്മയെന്നാണ് വിളിച്ചത്. ഈ അമ്മ എന്നുള്ള കൂടെയുള്ള വിളി കേട്ടപ്പോൾ അവർക്ക് വലിയ ആശ്വാസമാണ് തോന്നി. കാരണം തൻ്റെ മക്കൾ വിളിച്ചുകൊണ്ടിരുന്ന ആ വിളി, കുറേ കാലമായിട്ട് അവർ കേൾക്കാതിരുന്ന ആ വിളി വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ അവർ പഴയ കാലത്തെ പറ്റി ഓർത്തു. തൻ്റെ മകൻ വന്നിട്ട് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അവൻ വന്നിട്ട് തലവേദനയായിട്ട് അമ്മയ്ക്ക് തലവേദനയായിട്ട് കിടന്നപ്പോൾ മകൻ വന്നിട്ട് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച കാര്യം ഓർത്തു. പക്ഷേ ആ 10 വയസ്സുകാരൻ ഇന്ന് വളർന്നു കഴിഞ്ഞു. അവൻ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ ഇപ്പോൾ എത്രയോ വർഷങ്ങളായി. ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ പോലും പറ്റുമോ എന്നറിയില്ല. ഡോക്ടർ ചോദിച്ചു, അമ്മ എന്താണ് പിറുപിറുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ വേദനിക്കുന്നുണ്ടോയെന്നല്ലേ ചോദിച്ചത്. അവരൊന്നും മിണ്ടിയില്ല. അവർ മിണ്ടാതെ നിന്നു. എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സ്ഥലം പറഞ്ഞു, പഹാഡ്ഗഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ മക്കളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു. അവിടെ അവരൊന്നും മിണ്ടിയില്ല. കാരണം മറ്റുള്ളവർക്ക് മുമ്പിൽ തൻ്റെ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ അവസ്ഥയെക്കുറിച്ചോ സംസാരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ടാക്സി ഡ്രൈവർ പറഞ്ഞു, ഞാൻ കൊണ്ടാക്കി തരാം. അവർ പറഞ്ഞു, വേണ്ട, ഞാൻ പൊയ്ക്കോളാം, കാരണം വീടിൻ്റെ അവസ്ഥയോ ഈ കാര്യങ്ങളൊന്നും. അയാൾ നിർബന്ധം പിടിച്ചു ഞാൻ കൊണ്ടാക്കി തരാമെന്ന്. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവർ പകുതി വഴിക്കിറങ്ങി പോയി. അങ്ങനെ മക്കളെ ഇനി ഇങ്ങനെയൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ പേടിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞ് അങ്ങ് പോയി. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ വീട്ടിലെ അവസ്ഥയോ അവരുടെ മക്കളുടെ അവസ്ഥയോ അവരുടെ അവസ്ഥയോ ഒന്നും ദാരിദ്ര്യമോ ഒന്നും മറ്റുള്ളവരെ അറിയിക്കാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഒറ്റയ്ക്ക് തന്നെ വീട്ടിൽ ചെന്നു. തൻ്റെ കഴുത്തിൽ കിടന്ന മാലയിൽ, അല്ലെങ്കിൽ മാലയൊന്നുമില്ല, ഒരു ചരടിൽ കോർത്തിട്ടിരുന്ന താക്കോലെടുത്ത് ആ വീട് തുറന്നു. എന്നിട്ട് അവിടെ അകത്തേക്ക് വെച്ചു. അപ്പോഴാണ് ഓർത്തത്, വെള്ളം എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. രാവിലെ വെള്ളം എടുത്ത് വയ്ക്കാതെയാണ് ചന്തയിൽ പോയത്, പച്ചക്കറി വാങ്ങാൻ പോയത്. ഇപ്പോൾ വെള്ളവും ഇല്ല, പച്ചക്കറിയുമില്ല. അവർ ആ വെറും നിലത്ത് കിടന്നു. കുടിക്കാൻ തുള്ളി വെള്ളവുമില്ല, കഴിക്കാനൊന്നും, പച്ചക്കറിയും ഒന്നും മേടിച്ചുകൊണ്ട് വന്നതാണ്, അതെല്ലാം നഷ്ടപ്പെട്ടു. അതുകൂടാതെ അസഹ്യമായിട്ടുള്ള വേദന. അങ്ങനെ ആ കണ്ണുകളിൽ നിന്ന് ഒരു കൊഴുത്ത വെള്ളം അങ്ങനെ ഒലിച്ചുകൊണ്ടേയിരുന്നു. അവർ ആലോചിച്ചു, താനെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എത്ര തുണികൾ അലക്കി കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു, കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന് വലിയ അച്ഛന്മാരായിട്ട് മാറി. ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യവുമില്ലാതെയായി. അത് കറുത്ത കാറിന് അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കണം കറുത്ത കാർ വന്ന് എന്നെ ഇടിച്ചു കൊല്ലാൻ നോക്കിയതല്ലേ. 10 വയസ്സായ മകൻ്റെ ചോദ്യം അവരുടെ മനസ്സിലേക്ക് വീണ്ടും വന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവർക്ക് ചിരിക്കാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരു ആനന്ദത്തോടു കൂടി അവർ ഒന്ന് പുഞ്ചിരിച്ചു. വളരെ ഹൃദയഭേദകമായിട്ടുള്ളൊരു കഥയാണ്. തൻ്റെ മക്കളെയെല്ലാം അവർ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ പടം പഠിച്ചിട്ടുണ്ടല്ലേ, അമ്മമ്മ എന്ന് പറഞ്ഞൊരു പാഠം. ആ പാഠത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു, അവസാനം ഇനി ഇവൻ മക്കളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ അമ്മയുടെ ഗതി എന്താവുമോ എന്ന് കഥാകൃത്ത് സംശയിക്കുന്നിടത്തായിരുന്നു ആ ഒരു പാഠം അവസാനിച്ചത്. അതിൻ്റെ ബാക്കി എന്നോണമാണ് ഈ പാഠം.
ആ മക്കളൊക്കെ വലുതായി, കുട്ടിക്കാലത്ത് ഇത്രയധികം വളരെ കഷ്ടപ്പെട്ട് വളർത്തി. അതിൻ്റെ ബാക്കിയാണെന്നല്ല, ആ കഥാകൃത്ത് അല്ല ഇത് എഴുതിയത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമുക്ക് അതിൻ്റെ ബാക്കി എന്നോണം വായിക്കാൻ പറ്റുന്നൊരു കഥയാണിത്. ആ അമ്മയെ നോക്കാതെ മക്കളൊക്കെ വലുതായി വലിയ ജോലിയൊക്കെ കിട്ടി അങ്ങ് പല സ്ഥലങ്ങളിലേക്ക് പോയി തങ്ങളുടെ മക്കളോടും ഭാര്യയോടും ഒക്കെ ഒപ്പം അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ അമ്മ ഒറ്റപ്പെട്ടു എന്നുള്ള കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആവരുത് നമ്മൾ എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെയെല്ലാം വളരെയധികം കരുണയോടും സഹാനുഭൂതിയോടും കൂടി നമ്മൾ നോക്കണം, നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള വലിയൊരു മെസ്സേജ് നമുക്ക് തരുന്ന, ആർക്ക് കേട്ടാലും ഒരല്പം ഒരു വിങ്ങൽ മനസ്സിലുണ്ടാകുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ഈ ഒരു കഥ. അപ്പോൾ പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലായല്ലോ. ഇതിൽ വലിയ അർത്ഥമോ വലിയ വാക്കുകളോ ഒന്നും ഇതിനകത്തില്ല. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാവുന്ന നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. ഇതിൽ അഥവാ വരുന്ന ഒന്നെന്ന് പറഞ്ഞാൽ സംബോധന എന്ന് പറഞ്ഞാൽ വിളി എന്നാണ് അർത്ഥം. ബിലാത്തി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ കാർ എന്നാണ് അർത്ഥം. ഞാൻ ബിലാത്തി അവിടെ പറയാൻ വിട്ടുപോയതാണ് വാക്കിൻ്റെ അർത്ഥം. നൊസ് എന്ന് പറഞ്ഞാൽ കിറുക്ക്, അല്ലെങ്കിൽ അറിയാലോ കിറുക്ക്. ഉദ്ദേശ്യം ലക്ഷ്യമാണ്, ഉദ്ദേശം ഏകദേശമാണ്. പിന്നെ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ഈ പാഠം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഞാൻ ഓടിച്ചതിൻ്റെ ഒരു മീനിങ്, ഒരു ആശയം അങ്ങ് പറഞ്ഞു തന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പാഠം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും പാഠങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ വാട്സപ്പ് മെസ്സേജായിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.